ദിവസവും നമ്മളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്നു, ആകാശത്തേക്ക് നോക്കുന്നു. എന്നാലും ഈ ആകാശത്ത് നടക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എസ്പെഷ്യലി നമ്മൾ സാധാരണക്കാരൻ എല്ലാ ദിവസവും ബിസിയാണ്. രാവിലെ എണീക്കുന്നു, ജീവിതം, ഓട്ടം, ഇതിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നീട് വരുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെ ഡോക്ടർമാർ തരുന്ന മരുന്നിൽ അവസാനിക്കുന്ന ജീവിതങ്ങളായി മാറുകയാണ് സാധാരണക്കാരൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആദ്യം ആകാശത്തൂടെ നടക്കുന്നതിൽ ഏറ്റവും അതിശയകരമായിട്ട് നമുക്ക് തോന്നാവുന്ന, എന്നാൽ പല ഗവൺമെൻറ്റുകളും പേറ്റൻ്റ് എടുത്ത് അവർ ആർമിയായി തന്നെ റൺ ചെയ്യുന്നൊരു സാധനമാണ് ഡയറക്റ്റ് എനർജി വെപ്പൺ. ഇതിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രോൺ ടൈപ്പ് സാധനമാണ്. ഇതിൻ്റെ ഗൂഗിൾ പേറ്റൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. അത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ വരുന്നതാണ്. ആ ഗൂഗിൾ പേറ്റൻറ്റിൻ്റെ നമ്പർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ അതൊരു US പേറ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. തപ്പണമെങ്കിൽ നിങ്ങൾക്കത് വായിക്കാം, പഠിക്കാം. എത്രത്തോളം അതിൽ നിങ്ങൾക്ക് ടൈം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത്രത്തോളം സമയം എടുത്ത് പഠിക്കാൻ കഴിയുന്നതാണ്. ഈ ഡയറക്റ്റ് എനർജി വെപ്പൺ ഡിഫൻസിന്റെ പേറ്റന്റ് ആണ്. അപ്പോൾ ഇത് വാറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണോ? ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ? അവരത് പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ പെൻറ്റഗണിൻ്റെ വക്താവ് ലൈവായിട്ട് സംസാരിക്കുന്നതാണ് ബാക്ക് ദെൻ. അപ്പോൾ അവരന്ന് പറയുന്നത് 2015 കൊണ്ട് ഇതിൻ്റെ പേറ്റൻറ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഇത് നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളിത് വെരിഫൈ ചെയ്യുന്നു. ഇയാൾ വെറുതെ ഗ്യാസ് അടിക്കുന്നതാണോ, പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളിതുണ്ടാക്കി വലത്തി എന്ന് പറയുന്നതാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ കയറി നോക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ പേറ്റൻറ്റ് 2015 ഫയൽഡ് ആണ്, അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഫയൽ അതിന് മുമ്പേ ചെയ്തു, 2015 അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് പല മിലിറ്ററി കോൺട്രാക്ടേഴ്സിൻ്റെ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ ഓരോ സൈഡിൽ വെച്ചിട്ട് ആകാശത്തോട് വരുന്ന മിസൈൽ ഇവിടുന്ന് ലേസർ അടിച്ച് താഴെയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ടെക്നോളജി ലൈവാണ്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലയോ? നമ്മളെ മാധ്യമങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിക്കുവാനോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ത്യയിൽ എവിടെയും കാണുന്നില്ല. ഇത് മിക്കവാറും എല്ലാം ഈ US, UK അങ്ങനെയുള്ള കൺട്രികളിലൊക്കെയാണ് ഇത് മോസ്റ്റ്ലി കാണുന്നത്. അത് നമ്മുടെ ഇന്ത്യക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലയോ, അതോ അത് പുറത്ത് വരാത്തതാണോ? എന്താണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ടെക്നോളജി പ്രൊമോട്ടാണോ എന്നുള്ളതാണ്. അല്ല, നമ്മൾ ടെക്നോളജി വൈസ് അത്ര പുറമോട്ടൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ പഴയ റോമൻ കൾച്ചർ പോലെയാണ് നമുക്ക് സ്പോർട്സ്, എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെയാണ് താല്പര്യം. ഇതൊരാൾ പറഞ്ഞാൽ തന്നെ കേൾക്കാൻ ഒരു വിരുദ്ധനും സമയമില്ല. വാല്യൂ, പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ താല്പര്യമുള്ള ആളുകൾ ചുരുക്കമാണ്. അതുകൊണ്ട് ഇത് അവർക്ക് ഉണ്ടെങ്കിൽ തന്നെയും ഇനി പറഞ്ഞാൽ തന്നെയും ശ്രദ്ധിക്കില്ല. ഒന്നാമത്തെ കാര്യം. ഇത് ശ്രദ്ധിക്കുന്നത് എവിടെയാ? ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സാധാരണക്കാരനും എവിടേക്കോ വരുന്നു എന്ന് തോന്നുമ്പോഴാണ്. അതാണ് ഈ വീഡിയോ, അവയർനെസ് ഓഫ് വാട്ട് ദേ ക്യാൻ ഡു, അവരെന്തൊക്കെ ചെയ്യുന്നു ഇതിന് പിന്നിൽ എന്നുള്ളത്. ഇത് മോളിൽ നിന്ന് ലേസറിനെ കുറിച്ചല്ലേ ഉദ്ദേശിച്ചത്? അതെ. ഇത് യുദ്ധത്തിലല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ പ്രവർത്തിപ്പിച്ച അറിവുണ്ടോ? ഇത് നമുക്ക് 100% വ്യക്തതയോടെ പറയാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കയിൽ നടന്നിരിക്കുന്ന ഫേമസ് ആയിട്ട് ലാസ്റ്റ് ഒരു 12 മാസത്തിനിടയിൽ നടന്നിരിക്കുന്ന തീപിടുത്തങ്ങൾ എടുക്കുക. മൗയി, അതായത് ഹവായിൽ നടന്ന ആ തീപിടുത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ കണ്ട വീഡിയോസ്, റിപ്പോർട്ടേഴ്സ് TV ലൈവായിട്ട് കൊണ്ടുവന്ന വീഡിയോസൊക്കെയാണ്. അതിൽ എല്ലാം കത്തി നശിച്ചിട്ടും നീല കളറുള്ള ഒരു കൊട കത്തിയിട്ടില്ല, നീല കളറുള്ള ഒരു കാർ കത്തിയിട്ടില്ല, നീല കളറുള്ള വാട്ടർ ടാങ്കുകൾ കത്തിയിട്ടില്ല, നീല കളറുള്ള വീടുകൾ തന്നെ കത്തിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, അതെന്താ അങ്ങനെ? കാട്ടുതീക്ക് ഈ കളർ മാച്ച് ആകുമോ? ഇല്ല. അത് ഏത് മെറ്റീരിയൽ ആണെങ്കിലും കത്തും. എല്ലാം മരം വെച്ചുണ്ടാക്കുന്ന വീടാണ് അവിടെ. അപ്പോൾ ഓബിയസ്ലി എന്ത് പെയിന്റ് അടിച്ചാലും കത്തണം. ഓക്കെ, ഈ നീല കത്തില്ല എന്നുള്ള തെളിവ് വല്ലതും ഉണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സാധനം നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലേസർ ലൈറ്റ് പല കളറുകളിൽ അടിച്ച് നോക്കുന്നതാണ്. അപ്പോൾ അതൊരു തുണിയാണ് അവിടെ വെച്ചിരിക്കുന്നത് ആസ് എൻ എക്സ്പെരിമെന്റ്. അപ്പോൾ ആ വ്യക്തിയെ കാണിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അതേ ലേസർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. നീല കളറിൽ വരുമ്പോൾ അത് കത്തുന്നില്ല. നമ്മളെല്ലാം ഇത് കണ്ടു, റൈറ്റ്? അപ്പോൾ നീല കളറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലേസർ ലൈറ്റിന് എനർജി അവിടെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടി ബേൺ ചെയ്യാൻ വിത്തിൻ സെക്കൻഡ്സ് പറ്റുന്നില്ല. അതുകൊണ്ടാവാം ആ ഒരു സാധനം നമുക്ക് വിസിബിളായി വരുന്നത്. ഈ നീല കളർ യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ രാജ്യങ്ങൾ എന്ന് പറയാൻ വരില്ല. ഇതിനെപ്പറ്റി തിരിച്ചറിവുള്ള ആളുകൾ എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ചൈനയിലൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ച് തുടങ്ങിയത്. അതെ, അവരുടെ റൂഫ് ടോപ്പ് മുഴുവൻ നീലയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാവില്ല? സത്യാവസ്ഥ ഉണ്ട് എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ പറയുന്ന പോലെ എന്തോ അത്രയും ആളുകൾ ഇത് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ചൈന പോലെ അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന വലിയ വലിയ ബില്യനേഴ്സിനെ തന്നെ കാണാതെ പോകുന്നു.
സാധാരണക്കാരനെ അങ്ങനെ തെരഞ്ഞു പിടിക്കാനൊന്നും അവർക്ക് സമയമില്ല. അവർ ആകാശത്തുനിന്ന് വന്ന് കത്തിച്ച് കളയത്തേ ഉള്ളൂ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് വല്ല അറിവുകളുണ്ടോ? അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? കുറേ പേര് കാണണം, ഉറപ്പായിട്ട് കുറേ പേര് കാണണം. ഇപ്പോൾ എൻ്റെ തന്നെ വീടുകൾ അല്ലെങ്കിൽ പണിതിരിക്കുന്ന ഈവൻ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ആണെങ്കിലും നമ്മളെല്ലാം നീല കളർ അടിച്ചേക്കുന്നത്. വെറുതെ എന്തായാലും ഇങ്ങനെ ഒരു സാധനം അറിയാം, അപ്പോൾ പിന്നെ അത് നീല ഇരുന്നോട്ടെ, എന്തിനാ വേറെ എന്തായാലും പെയിന്റ് അടിക്കണം. അപ്പം ഈ Direct energy weapon. ഡയറക്റ്റ് എനർജി വെപ്പണ് ഈ മാസ് ഡിസ്ട്രക്ഷന് വേണ്ടി ഏതെങ്കിലും രാജ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ലേ വേൾഡ്? അല്ല, ഇത് അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തെളിയിക്കാൻ പറ്റില്ല. തെളിയിച്ചാലല്ലേ കുറ്റകരമാകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, നമുക്ക് ഈ പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഹമാസിൻ്റെ ഓരോരോ ലീഡേഴ്സിനെയായിട്ട് കാണാതാവുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇറാൻ്റെ ചീഫിനെ കാണാനില്ല. നോക്കിപ്പോൾ ഒരു മലമേളിൽ വെച്ച് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചാന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാം ആരാ കാച്ചി കളഞ്ഞതെന്ന്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ബട്ട് തെളിവില്ലല്ലോ. റൈറ്റ്, തെളിവില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ കാര്യം നടക്കില്ല. ആ രീതിയിൽ അവർ പലയിടത്തും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ മോവി അല്ലെ ഹവായി എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ കോൺസ്പിറസിയിലേക്ക് പോകും. അത് റിയാലിറ്റിയാണ്. ആ ഒരു ഐലൻഡ് അത്രയും ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഐലൻഡാണ്. സാധാരണക്കാരനൊന്നും വിൽക്കുന്നില്ല. ലാസ്റ്റ് 10-20 ഇയേഴ്സിൽ അത് വളരെ വില കൂടിയ ഒരു സ്ഥലമാണ്. എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ടായപ്പോൾ ആസറ്റ് വാല്യൂ കൂടി, അവിടെ വളരെയധികം കൂടി. ഇത് ബില്യനേഴ്സ് ചോദിച്ചിട്ടൊന്നും ആരും വിൽക്കുന്നില്ല. ഫുള്ള് കത്തിച്ച് കളഞ്ഞപ്പോൾ ഇപ്പം ചുളു വിലക്കാണ് വാങ്ങിച്ചേക്കുന്നത്. അതിന് ഇൻഷുറൻസ് കമ്പനി കൊടുത്തേക്കുന്ന എമൗണ്ട് കേട്ടാൽ ഞെട്ടിപ്പോ. $83,000 ആണ് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത് മില്യൺസ് വിലയുള്ള പ്രോപ്പർട്ടീസിനാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി വഴി ഇത് നടത്തുന്ന മേളിലിരിക്കുന്ന മുതലാളി ലാഭം ഉണ്ടാക്കി. ഇത് ചുളു വിലയ്ക്ക് അപ്പുറത്തുനിന്ന് സാധനം വാങ്ങിച്ചിട്ടും അവൻ ലാഭം ഉണ്ടാക്കി. അപ്പോൾ ഈ ലേസർ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും തെളിവ് കണ്ടെടുക്കാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? അതെ, ആകാശത്തൂടെ പാസ് ചെയ്ത് പോകുന്നൊരു സാധനം ലേസർ വെച്ച് അടിച്ചു, നമ്മളിവിടെ തീ കത്തി തീ ശ്രദ്ധിക്കുന്നു എന്നല്ലാതെ അത് എവിടുന്ന് വന്നു ആര് വന്നു നോക്കുന്നില്ലല്ലോ. കാരണം അങ്ങനെ നോക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ രണ്ടാമതായിട്ട് സംസാരിച്ചിരുന്ന ഒരു വിഷയമുണ്ട്, കെം ട്രെയിൽസ്. അത് എല്ലാവർക്കും കാണാവുന്ന സാധനമാണ്. ബട്ട് ആരാ ചോദ്യം ചെയ്യുന്നത്? ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അല്ല, ഈ അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഡിഫൻസ് വളരെ അഡ്വാൻസ്, അവരുടെ ഇന്റലിജൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവർക്ക് ഇതേ പറ്റി അന്വേഷിക്കാനോ അത് വെളിയിൽ കൊണ്ടുവരാനോ കെം ട്രെയിലിനെ കുറിച്ചാണ് എങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്നത് ഏത് വലിയ ഭരണകർത്താവ് നമ്മൾ തിരഞ്ഞെടുത്ത് കയറ്റി വിട്ടാലും അകത്തിരിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ് അവരുടെ ആശയങ്ങളെല്ലാം ഒന്നും നടക്കാത്തതെന്ന്. അതേപോലെ തന്നെ എല്ലാ രാജ്യത്തുമാണ്. അവരിരിക്കുന്ന ആളുകളുടെ ഒരു നയമുണ്ട്, അവരെ ഫണ്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, ഒരു എലീറ്റ് ഗ്രൂപ്പ്. ഇത് CIA-യിലൊക്കെ ഇരുന്ന ജിം റിക്കാർഡ്സ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. CIA-യിൽ ജോലി ചെയ്ത ബില്യനെയറാണ് പുള്ളി. ഓൺ TV എന്ന് പറയുന്നുണ്ട് 123 പേരാണ് ലോകം ഭരിക്കുന്നത്. അവർ വേൾഡ് എക്കോണമിക് ഫോറം ഉൾപ്പെടെ UN ഉൾപ്പെടെ എല്ലാ മെയിൻ ഏജൻസികളുടെയും സൂപ്രാ നാഷണൽ ഏജൻസികളിലും ഇരിക്കുന്നവരാണ്, ലോകത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്തൊക്കെയായിരിക്കും? അത് ഹാംഫുൾ ആണോ? 100% ഹാംഫുൾ ആണ്. കാരണം ഇപ്പോൾ അമേരിക്കയിൽ ഫാമേഴ്സ് അവരുടെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്ത എന്ത് കൃഷി ഇറക്കണം എന്നുള്ള രീതിയിൽ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് അയാൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ അലൂമിനിയം കണ്ടന്റ് വളരെ അധികമാണെന്നാണ്. റൈറ്റ്, അപ്പോൾ ഈ അലൂമിനിയം എവിടുന്നാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇനി ഈ അലൂമിനിയവും വെതർ മോഡിഫിക്കേഷൻ പേറ്റന്റുകളും ഒക്കെ ഒന്നൊന്നായി നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ മുഴുവൻ അലൂമിനിയത്തിൻ്റെയും ലെഡിൻ്റെയും റോള് വളരെ വ്യക്തമാണ്. അത് ജനങ്ങൾക്ക് ദൂഷ്യം ചെയ്ത് വരില്ലേ? ഓബിയസ്ലി ഇത് ശ്വസിക്കുകയും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ അകത്ത് ചെല്ലുകയും ചെയ്യുമ്പോൾ മെറ്റൽസ് ആണ്, ടോക്സിക് മെറ്റൽസ് ആണ്. ഈ പകുതി കുട്ടികൾക്ക് ഈ ഓൾറെഡി അവർ കുത്തിവെക്കുന്ന മരുന്നുകളിൽ കൂടെ മെറ്റൽസ് കയറുന്നു, ഓട്ടിസത്തിൻ്റെ ഒരു വലിയ സാധ്യത കൂടുന്നു. അതിന് പുറമെ ഇത് ശ്വസിക്കുകയും കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഓട്ടിസ്റ്റിക് ആയിട്ട് കുട്ടികൾ മാറുകയാണ്. സാധാരണക്കാർ ഇതിങ്ങനെ കാണുന്നത്, സാധാരണ പ്ലെയിൻ പോകുമ്പോൾ ഇങ്ങനെ ഇത് പുക പോലെ കാണുമ്പോൾ നോർമലി ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് ഒരുമാതിരി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? അത് ശരിയാണോ തെറ്റാണോ? അല്ല, അത് ഉൾക്കൊള്ളോ ഇല്ലയോ എന്നുള്ളത് താങ്കളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പഠിപ്പിക്കുന്നത് തരത്തിൽ ആ ഒരു തലത്തിൽ ചിന്തിച്ചാൽ 8ന്റെ പണി വാങ്ങിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓണസ്റ്റായിട്ട് നമ്മളെ കുറിച്ച്, നമ്മുടെ ഫാമിലിയെ കുറിച്ച്, നമ്മുടെ അടുത്ത ജനറേഷനെ കുറിച്ച്, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ നോക്കൂ, ടെന്നസി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് കെം ട്രെയിലിനെ ബാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്ന് വെച്ചാൽ കേരളം, അമേരിക്കയിലെ ടെന്നസി പോലെ ഇപ്പോൾ ഇന്ത്യയിൽ കേരളം എടുക്കുക, ഇവിടുത്തെ MP-മാരൊക്കെ അതിന് പോകുന്നു. അവർക്ക് ഭ്രാന്തായിട്ടാ. അതെ, ഫ്ലോറിഡ അതിൻ്റെ പുറകെ പോയിരിക്കുന്നു, അയോവ അതിൻ്റെ പുറകെ പോയിരിക്കുന്നു. ഇതൊക്കെ വലിയ വലിയ സ്റ്റേറ്റുകളാണ്. അപ്പൊ ഇല്ലാത്തൊരു സാധനത്തിനെ ബാൻ ചെയ്യാൻ വേണ്ടി ആൾക്കാർ പോകും. ഇത്രയും ജനസംഖ്യയുള്ള ഒരു ഇന്ത്യയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് കണ്ടെത്താനോ ആലോചിക്കാനോ
ആരുടെ മനസ്സിൽ കൂടി ഇതുവരെ പോയിട്ടില്ലയോ, അതോ പോയത് ആരും വെളിയിൽ പറയാത്തതാണ്? അല്ല, ഒന്ന് പറയുന്നതിന് അത്ര അധികം ആൾക്കാർ കേൾക്കാൻ തയ്യാറാകില്ല. എഗെയിൻ ഞാൻ റിപ്പീറ്റ്, എന്റർടൈൻമെന്റിന് പുറകെ നടക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ. കാരണം അങ്ങനെ മെജോറിറ്റിയെ നടത്തിയാൽ മാത്രമേ അവരെ ദരിദ്രന്മാരായി 9 to 5 ആയി കീപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ കീപ്പ് ചെയ്താലേ പൊളിറ്റീഷ്യൻസിനും എലീറ്റ്സിനും ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മാനവരാശിയെ തുടച്ചു നീക്കാനുള്ള പരിപാടിയാണോ ഇത്? ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പോപ്പുലേഷൻ റിഡക്ഷൻ എന്നുള്ളത് ഒരു വലിയ അറ്റംപ്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഇത് കോമൺ ആയിട്ട് ഉണ്ടോ? ഇല്ല. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഇവിടുന്ന് ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ല വരെ പോകുന്നതിനിടയിൽ ഞാൻ ഇത് കാണാറുണ്ട്. അപ്പോൾ പോകാൻ നേരത്ത് തിരുവല്ല ടൗണിനടുത്ത് ചെല്ലുമ്പോൾ ഐ മീൻ നമ്മുടെ ഈ സാധാരണ വില്ലേജുകളിൽ ടൗണുകളിൽ അവർക്കിത് ലാഭമില്ല, അത്രയധികം പോപ്പുലേഷൻ ഇല്ല. സിറ്റികളിലോട്ട് അല്ലെങ്കിൽ നല്ല തിക്ക് ടൗണുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലത്ത് അവർക്കിത് ലാഭമുണ്ട്. ഇത് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ 6-7 മണിക്കൂറിനുള്ളിൽ ഡിസ്പോസ് ആയി എല്ലാം താഴെ എത്തും. ഒരു മഴ പെയ്താൽ താഴെ എത്തും. സാധാരണക്കാരന് 8-ന്റെ പണി കിട്ടുന്ന രീതിയിലാണ്. അപ്പൊ ഇതിനുള്ള സാമ്പത്തികം അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അല്ല, അതിപ്പോൾ നമ്മൾ വളരെ എഗെയിൻ ഐ റിപ്പീറ്റ്, വേൾഡ് ഇസ് ഈവൽ. ഇത് ചിന്തിക്കാതെ വേൾഡ് വളരെ പ്യുവറാണ്, സത്യമാണ്, സ്നേഹമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, സോറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അമേരിക്കയിൽ വെറുതെ മുടക്കിയേക്കുന്ന കാശിന്റെ തുക ഇപ്പോൾ ഇലോൺ മസ്ക് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ അമേരിക്ക എന്നൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിന്. അയാൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? തമ്പുരാൻ അറിയാം. ബട്ട് ഓൺ TV ആഫ്റ്റർ ഹി വാസ് എ ബില്യനെയർ പുള്ളി പറയണ്ടായിരുന്ന ഫീൽ ലൈക്ക് ഐ എം ഗോഡ്. ഓപ്പൺ ആയിട്ട് അയാൾ പറയുന്നത് ഫീൽ ലൈക്ക് ഐ എം ഗോഡ്, ഐ ക്യാൻ ഡു എനിത്തിങ് വിത്ത് മൈ മണി. എൻ്റെ കാശ് വെച്ച് എനിക്ക് പൊളിറ്റീഷ്യൻസിനെ വാങ്ങാം, തീരുമാനങ്ങൾ എടുക്കാം, എനിക്ക് ജനങ്ങൾ വോട്ടൊന്നും ചെയ്യണ്ട. എൻ്റെ കാശ് വെച്ച് എനിക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാം, അതിന് മരുന്നുണ്ടാക്കാം. റൈറ്റ്. അപ്പോൾ പുള്ളി ഒരു വ്യക്തി വളരെ ഓപ്പൺ ആയിട്ട് ഇത് പറയുന്നു. കാശ് അത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവഴിക്കുന്നു. നമ്മുടെ ഇവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സോയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സോയിൽ ടെസ്റ്റ് ചെയ്ത് അത് pH ലെവലും ഇന്നത് ആഡ് ചെയ്യണം, പൊട്ടാസ്യം ആഡ് ചെയ്തും അതേ പറയാറുള്ളൂ. മറ്റിങ്ങനെ അലുമിനിയം കണ്ടൻസ് ഒക്കെ കണ്ടതായിട്ട് അവർ ഇതുവരെ പറയുന്നില്ല. അല്ല, ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുക, നമ്മൾ കടകളിൽ വിൽക്കുന്ന പല സാധനങ്ങളിലും ഉള്ള കെമിക്കൽസിന്റെ അളവുകൾ നമുക്കറിയാം, ഇവിടുത്തെ എല്ലാ ഏജൻസികൾക്കും അറിയാം. അത് ഇവർ കണ്ടില്ല എന്ന് അടിക്കുന്നതാണ്. അതേപോലെ ഉള്ളൂ ഇതും. സേ ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് കയറ്റി വിട്ട പല മസാലപ്പൊടികളും പല രാജ്യത്തും ബാൻഡായി അവിടെ ടെസ്റ്റ് ചെയ്തിട്ട്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഏജൻസിക്ക് എന്തോ സൂന ഇല്ലയോ നോക്കാൻ? ഉണ്ട്. ഇവരും ടെലസ്കോപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് ഉപയോഗിച്ച് തന്നെ നോക്കുന്നത്. ബട്ട് ഇവരത് നോക്കിയാൽ കാണാതിരിക്കാൻ വേണ്ടി കണ്ണിന്റെ പുറത്ത് പൈസ വെച്ച് നോട്ടടിച്ച് വെച്ചേക്കുക ഇത് നടത്തുന്നവന്മാർ. റൈറ്റ്. അപ്പം അത് ആംഗിളിൽ ചിന്തിക്കണമെങ്കിൽ സാധാരണക്കാരൻ ചിന്തിക്കണം. എന്നെ ഉപയോഗിച്ച് ഇവന്മാർ കാശുണ്ടാക്കുന്നു എന്നും എൻ്റെ തലമുറകളെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നും അറിയണം. അങ്ങനെ അറിഞ്ഞ് ജനങ്ങൾ ഒന്നിച്ച് നിന്നാലേ ഇത് മാറുകയുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തനി ബിസിനസ് ആണെന്ന് പറയേണ്ടി വരും. അല്ല, ലോകം മുഴുവൻ ബിസിനസ്സാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെ അറിയാൻ ഞാൻ തുടങ്ങുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷമാണ്. പൈസ എവിടുന്ന് എവിടെ പോകുന്നു എന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയതിന് ശേഷമാണ്. ഈ കൊറോണ വാക്സിനേഷൻ്റെ സമയത്തൊക്കെയാണ് ഈ ആക്ച്വലി കൊറോണ വരുന്നതിന് മുമ്പേ ബില്യനെയർസ് ഫൈസറിലും ബയോഎൻടെക് എന്നായിരുന്നു അതിൻ്റെ പേര്, ഇതിനകത്തൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഷെയർസ് ഹെവി ആയിട്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ചത് എന്ത് കാരണം? ഇപ്പോൾ ഈ ഒന്നിനും അവർക്ക് പൈസ ഉണ്ടാക്കാനോ റവന്യൂ ഉണ്ടാക്കാനോ സ്കോപ്പില്ല. വിത്തിൻ മന്ത്സ് കൊറോണ വാക്സിനേഷൻ അതും ഇതെല്ലാം വെളി വന്നു. അപ്പോൾ ഫോർ ദം ഇറ്റ് വാസ് പ്ലാൻഡ്. അവരെ സംബന്ധിച്ച് അവരനുസരിച്ച് കറക്റ്റായി പ്ലാൻ ചെയ്ത് തന്നെയാണ് പൈസ ഇറക്കിയത്. ബിൽ ഗേറ്റ്സ് എന്ന് ഒരൊറ്റ മനുഷ്യൻ 1:20 1 രൂപ ഇട്ടിട്ട് 20 രൂപ അതിനകത്തും തിരിച്ചെടുത്തു. ഇട്ടത് 1 രൂപ അല്ലല്ലോ, ഒരു ബില്യൺസ് ഇറക്കിയിട്ടാണ് ബില്യൺസ് കൊഴിതെടുത്തോണ്ട് പോയത്. ഇതുവരെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ജെറ്റ് ഫ്ലൈറ്റ് പോകുമ്പോഴാണ് ഈ ക്ലൗഡ്സ് പോലെ കാണുന്നത്. അല്ല, അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന്, സാധാരണ രീതിയിൽ ജെറ്റ് ഫ്ലൈറ്റ്സ് പോകുമ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്നതിനെ കണ്ടൻസേഷൻ ട്രെയിൽ എന്ന് പറയുന്നു. അത് കണ്ടൻസ് ആയി പോകുന്നത് കൊണ്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് വരെയൊക്കെ കാണാം. ഇതങ്ങനല്ല. ഇപ്പം നോക്കൂ, നമ്മുടെ സ്ക്രീനിൽ നമ്മളിപ്പോൾ എടുത്ത് കാണിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കെം ട്രെയിലാണ്. ദർ ഇസ് നോ ഡൗട്ട്. കാരണം ഈ എമിറ്റ് ചെയ്ത് പോകുന്നത് ഒരു വരയോ 2 വരയോ എന്നല്ല. ഇന്നലത്തെ ഷോർട്സിൽ നമ്മൾ ഇട്ടിരുന്നു 100 വരെയോ ഒന്നിച്ച് പോകുന്നത്. ഇത് കുറച്ചു നേരം കഴിയുമ്പം ടൈം ലാപ്സ് എടുത്ത വീഡിയോയിൽ അത് ഡിസപ്പിയർ ആവാതെ ഒരു ക്ലൗഡായി മാറുകയാണ് അവിടെ. നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതോ ഇത് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റ് അവിടെ അങ്ങ് നിൽക്കണം. ഇത് അന്നേരം തന്നെ മാഞ്ഞു തുടങ്ങുന്നുണ്ടോ, അത് അതുപോലെ നിൽക്കുവാണോ നോക്കിയാൽ മതി. അത് ഡിസ്പേഴ്സ് ആവുന്നു, ബട്ട് സ്ലോലി തിക്ക് ക്ലൗഡായി മാറുകയാണോ നോക്കുക. ഇതുപോലെ അറിവുകൾ കൂടുതലായി ലഭിക്കുവാൻ, അടുത്ത വരുന്ന വീഡിയോകൾ ഒന്നും മിസ്സായി പോകാതിരിക്കുവാൻ ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ.